കയ്യിലൊന്ന് ഇളക്കണം. കയ്യൊന്നും ഇട്ടൂടെ പോലെ തണുമ്പ് ഇട്ടൂടും, ഭയങ്കര ചൂടായിരിക്കും. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ വൈകുന്നേരത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ലേ. അതെ, നമുക്ക് വൈകുന്നേരം ചെറിയൊരു ഓർഡർ ഉണ്ട്, പത്തലിനാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി, പത്തൽ ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചുകൊണ്ട് ഒന്നും കൂടി അതിൻ്റെ റെസിപ്പി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ പത്തൽ അരിയെല്ലാം പൊടിച്ചിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മ മില്ലുന്നാ പൊടിച്ചിന്. ഇപ്പം മില്ലിൽ തന്നെ പൊടിക്കണമെന്നില്ല, നിങ്ങൾ പാക്കറ്റ് പൊടി വാങ്ങിയാലും മതി. നൈസ് അരിപ്പൊടിയും കുറച്ച് പിട്ടിൻ്റെ ആ ഒരു അരിപ്പൊടിയും അത് രണ്ടും കൂടി മിക്സായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിലായിട്ട് വീഡിയോയിലേക്ക് കൂടെ പറയാം. അപ്പോൾ പത്തൽ ഉണ്ടാക്കുന്ന നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പത്തലിൻ്റെ പൊടി വറുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3 കിലോനോളം പൊടിച്ചിട്ടുണ്ട്. അത് തേച്ചും വേണ്ട കേട്ടോ, 1.5 കിലോ. അതെ, കുറച്ച് ജീരകം ഉള്ളി ഇറക്കി എടുക്കുന്നുണ്ട്. ചെറിയ ജീരകം. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ വെച്ചാൽ ജീരകം വേണം, മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിടണം. ഏതാ ചെറിയുള്ളി തോലെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കണം. നമ്മൾ ഏകദേശം ഒരു 50 നെയ്പത്തലിനുള്ള റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 10-15 അല്ലി ഉള്ളി വേണ്ടി വരും, ചെറിയ ഉള്ളി വേണ്ടി വരും അല്ലേ. അപ്പോൾ തേങ്ങയും വേണം. ഇത്ര പോലെ തേങ്ങ എടുത്താൽ മതി കേട്ടോ. തേങ്ങ അധികമായാൽ എണ്ണ അധികം കുടിക്കും നെയ്യപ്പത്തിൽ. അതെ, നെയ്യപ്പല്ല നെയ്പത്തല്. അപ്പോൾ തേങ്ങ അത് മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് നമ്മൾ 2 ഉരുളിയിലേക്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചാകുമ്പോൾ വേഗം കുഴച്ചെടുക്കാൻ പറ്റും. ഒരുപാടാകുമ്പോൾ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ഉരുളിയിലാക്കിയിട്ടുണ്ട്. ഇത് നേരിയ പൊടിയാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടും ഇതാണ് തരിയിലാണ്, കുറച്ച് തരിയിലെ പൊടിയാണ്. ഇത് പുട്ടിന് പൊടിക്കുന്ന ആ പരുവത്തിലാണ് പൊടിക്കുന്നുണ്ട് പിട്ടുപൊടി. ഇത് കുറച്ച് നേരിയ പൊടിയാണ്. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പുട്ടിനില്ല ഈ കുറച്ച് ഇങ്ങനെയുള്ള പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനും അതേപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ടും മിക്സ് ആക്കി ഇനി രണ്ടും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒതുക്കിയ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ഇതാ നമ്മൾ ഇതെല്ലാം റെഡിയാക്കുന്നതിന് മുന്നേ നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടിലേക്കായിട്ട്. നമ്മളെ വീട്ടിലെല്ലാം ആവശ്യത്തിനാണെങ്കിൽ ഈ ഒരു ഉരുളിയിലുള്ള ഭാഗത്തിന് മതിയാവും കേട്ടോ. നമ്മൾ അത് കൊടുക്കാനായതുകൊണ്ടാണ് ഇത്രയും എടുത്തിന്. ഒരു 1/2 കിലോൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിൽ ആവില്ല അമ്മ? 1/2 കിലോ പൊടി രണ്ടും കൂടി 1/2 കിലോൻ്റെ പൊടി മതിയാവും അല്ലേ? നേരിയ പൊടിയും കുറച്ച് തരിയുള്ള പൊടിയും 1/2 കിലോൻ്റെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മതിയാവും. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കാം. അതെ, ആൾ കൂടുതലുണ്ടെങ്കിലല്ലേ ആളെ കണക്കായിട്ട്. നമ്മിപ്പം ഇത് ഒരു 50 അപ്പത്തിനുള്ളത് ആക്കുന്നത് ഒരു എത്ര കിലോ ഉണ്ടാവും അമ്മ പൊടി? ഒരു 1.25 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു 1.5 കിലോയിലധികം ഉണ്ട് കേട്ടോ, ഈ 2 പൊടിയും കൂടിയിട്ട്. അപ്പം ഒരു 50 അപ്പം ഉണ്ടാക്കാൻ പറ്റും നമുക്കിതിനെ കൊണ്ട്. അപ്പം ജീരകം ഇതാ മുതുമനായിട്ടും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ജീരകം അതിൽ കടിക്കുമ്പോൾ വരുന്നൊരു ടേസ്റ്റാണ്. ജീരകം വേണം. ചൂടുള്ള വെള്ളമാണ് കോരി വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ടും പാട്ടാ. അടുപ്പത്ത് മാവെല്ലാം തയ്യാറാക്കി എടുക്കും പോലെ അങ്ങനെ ആക്കാം കേട്ടോ.
അതിലൊന്ന് ഇളക്കണം. കയ്യൊന്നും ഇട്ടിട്ട് അവിടെ തണുമ്പ് എടുക്കുള്ളൂ, ഭയങ്കര ചൂടായിരിക്കും. ഒരു സെറ്റ് ഇതാ ഇവിടെ അമ്മ കുഴച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് അമ്മ കുഴച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ ചട്ടം വെച്ചിട്ട് തന്നെ എല്ലാവരും കുഴക്കണേ. വെള്ളത്തിൽ കൈ കൊള്ളിച്ചേക്കല്ലേ. അടുപ്പ് തന്നെ വെള്ളം താക്കണം. ഇനി ഇത് പൊടി എല്ലാം ഇങ്ങനെ കുഴച്ചതിന് ശേഷം നന്നായിട്ട് ചൂടോടെ തന്നെ കൈ വെച്ചിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ചൂട് ഇതാ എന്നിട്ട് ചെറു ചൂടോടെ ഇതുപോലെ കുഴച്ചെടുക്കണേ. ആ ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതൊന്നും കുഴക്കാനുണ്ട്. ഇത് കുറച്ചും കൂടി തണിയണം കേട്ടോ. രണ്ടാമത് കുഴച്ചാൽ വെച്ച് ഇപ്പം പത്തലിന് കുഴ നന്നായിട്ട് ശരിയാവണം കേട്ടോ. വെള്ളം ചൂടോടെ തന്നെ കുഴക്കും വേണം. ഇടയ്ക്ക് നമ്മൾ കുഴക്കുന്ന സമയത്ത് പച്ചവെള്ളം ഇതുപോലെ ഒരു പാത്രത്തിലെടുത്തിട്ട് കൈ ഇടക്ക് മുക്കി കൊടുക്കണം. ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് എണ്ണയായി കൊടുക്കുക. കുഴച്ച് നെയ്യൊരു പരുവത്തിലാകുമ്പോൾ നമ്മൾ കൈക്ക് കുറച്ച് എണ്ണയായി കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലൊരു പരുവാകണം കുഴച്ചിട്ട്. അപ്പോൾ ഇതാ പത്തലിന് കുഴച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊത്തിയിട്ട് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും. ടൈറ്റായിട്ടാകുമ്പോൾ അപ്പം നമുക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാം. തുടങ്ങാം. ഇത്രയ്ക്ക് ഒന്നര ഉണ്ടയാൻ വേണ്ടി കവറിൽ രസം എണ്ണയാക്കണം. എന്താ നമ്മൾ എണ്ണേൻ്റെ കവറാന്ന് എടുത്തിട്ടില്ലേ കേട്ടോ, വലിയറ്റിൻ്റെ കവറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയായി കൊടുത്തിട്ടുണ്ട്. ഉരുള വെച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഈ ഒരു കവർ ഇങ്ങനെ മടക്കുക, അല്ലെങ്കിൽ വേറൊരു ഇതുപോലത്തെ ഷീറ്റ് വെച്ച് കൊടുത്താലും മതി. അതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അമർത്തും. റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഏത് എണ്ണയിലേക്ക് ഇട്ട് ചുട്ടെടുക്കുക. ഇത്രയേ പണിയുള്ളൂ കേട്ടോ. ആ അപ്പം അമ്മ പത്തലിന് അട പരത്തുന്നുണ്ട്. എണ്ണ ഇടതാ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ മുങ്ങാൻ മാത്രം എണ്ണ വേണം കേട്ടോ. അതേപോലെ ഇതാ കോരിയിടാൻ അരിപ്പ വെച്ചിട്ടുണ്ട്, അരിപ്പക്കയിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഈ അരിപ്പയിൽ കോരിയിട്ടതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് അതിലേക്കും കൂടി ഇടുക. എന്നാലേ എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കൂലൂ കേട്ടോ. പത്തലിന് കുറച്ചധികം എണ്ണ കുടിക്കും. അപ്പോൾ ലോഗോസ് സ്കേർട്ട് വന്നിട്ടുണ്ടേ. ഹായ് എന്തേ സ്കൂളിൽ നിന്ന് ആർത്തിനാ? എന്തിനി ഇപ്പൊ പനിയെല്ലാം പോയിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടു. ഇന്നും കൂടി ആയാലും 3-ാമത്തെ ദിവസം. വെള്ളി ശനി പിന്നെ ഇന്ന് തിങ്കളും. അവൻ പത്തലാക്കുന്നുണ്ടല്ലോ. ചെറിയൊരു ഉരുളിയെടുത്ത് നമുക്ക് എണ്ണ ചൂടായി നോക്കാം. ചൂടായി പൊങ്ങി വന്നു. ഇനി നമുക്ക് പത്തൽ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലേക്ക്. ഇതാ പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് ഇങ്ങനെ മുട്ടിക്കൊടുക്കുക ആ സൈഡ്. അപ്പോൾ ഇതാ ഇങ്ങനെ വീർത്ത് വരും. ഉണ്ടാ ഉണ്ടാ കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. പൊന്തിയിട്ട് കുറച്ച് 2 മിനിറ്റ് വെക്കണേ. ശേഷം നമുക്കിതാ ഞാൻ പൗസാക്കുന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങക്ക് വൃത്തി തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്.
അപ്പം തീ നല്ലോണം തന്നെ വേണം, തീ കുറയ്ക്കുകയും ചെയ്തുകൂടാ. നല്ലോണം തീ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. തീ കുറയ്ക്കുകയും ചെയ്തുകൂടാ, അന്നേരം പിന്നെ അത് എണ്ണ കുടിക്കും, പൊന്തൂല, അങ്ങനെയെല്ലാം ആവും. അപ്പം അങ്ങനെ നോക്കാം. രണ്ടാമത്തെ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇവിടെ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ പത്തലെല്ലാം നമ്മളിതാ ചുട്ടെടുത്തിട്ടുണ്ട്. അമ്മ ചുട്ടെടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി കൊറേ കേറ്റിട്ടാ, കുറച്ചുകൂടി ചൂടാനുണ്ട്. നമുക്ക് ചായക്കും നല്ലതാ പൊന്തി നല്ല പപ്പടം പോലെ വന്നിട്ടുണ്ട് കേട്ടാ. സോഫ്റ്റ് ആവും. അപ്പം ഇതേ റെസിപ്പി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല പത്തലാവും. ആരും നിങ്ങളെ കുറ്റം പറയില്ല. നമ്മ 100% ഉറപ്പാണ്. നല്ല നമ്മ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല അഭിപ്രായമാണ് എല്ലായിടത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, അതുകൊണ്ട് നമ്മ വലിച്ചു നീട്ടുന്നില്ല, വേഗം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇത് 6 മണിയാകുമ്പോൾ അവിടെ എത്തിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കി നമുക്ക് കമൻ്റ് അറിയിക്കണേ. അപ്പോൾ അതിക്കുട്ടാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ചെയ്യണം.